അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഉസ്താദന്മാർ, താലിം സുഹൃത്തുക്കളെ, യുവജനങ്ങളും ഇസ്ലാമും ആത്മീയതയും ജീവിത വഴികളും എന്നുള്ളതാണ് ചർച്ചാ വിഷയം. എല്ലാവരെയും ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഏതൊരു വിഭാഗത്തിൻ്റെയും ഏതൊരു മേഖലയുടെയും ഏതൊരു സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെയും അടിസ്ഥാന ഘടകമാണ് യുവാക്കൾ. യുവാക്കളെ കൊണ്ട് മാത്രം സാധ്യമാകുന്ന ചില വിപ്ലവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. യുവാക്കൾ കർമ്മനിരതരായിരിക്കണം. യുവാക്കളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അവരുടെ ആ യുവത്വത്തെക്കുറിച്ച് സൂര്യൻ കത്തിജ്വലിച്ചു നിൽക്കുന്ന പ്രായം എന്നൊക്കെ വിശേഷിപ്പിക്കാറുണ്ട്. സൂര്യൻ്റെ ഏറ്റവും ചൂടും അതിൻ്റെ പ്രകാശം ലഭിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ യുവത്വത്തിൻ്റെ മനുഷ്യജീവിതത്തിൻ്റെ ഏറ്റവും രക്തത്തിളപ്പിൻ്റെ പ്രായം കൂടിയാണ് യുവത്വം. ആ യുവത്വത്തിൻ്റെ സമയം പരിശുദ്ധ ഇസ്ലാമിന് വേണ്ടി ഉപയോഗപ്പെടുത്താനാകണം. പരിശുദ്ധ ഖുർആനിലൂടെയും ഇസ്ലാമിൻ്റെ പണ്ഡിതന്മാരും യുവത്വത്തെക്കുറിച്ച് ഏറെ വിശേഷണങ്ങൾ പറഞ്ഞതാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹർഷിൻ്റെ തണലുണ്ട് എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞ കൂട്ടത്തിൽ യുവാക്കൾ ഉൾപ്പെടുന്നുണ്ട്. ഇങ്ങനെ തുടങ്ങി ഏറെ പോരിശയുള്ള വിഭാഗമാണ് യുവാക്കൾ. നമ്മുടെ സമൂഹത്തിൽ എവിടെയെല്ലാം ദുരന്തങ്ങൾ സംഭവിക്കുന്നു അവിടെയെല്ലാം അതുകൊണ്ടാണ് യുവാക്കൾ വേഗത്തിൽ ഓടിയെത്തുന്നത്. അസ്ഹാബുൽ കഹ്ഫിൻ്റെ ചരിത്രം ഓർമ്മയുണ്ടല്ലോ. ഒഴുക്കിനെതിരെ നീന്തിയ യുവത്വത്തിൻ്റെ വലിയ മാതൃകയാണവർ. ഒരു സമൂഹം ഒന്നടങ്കം ഇസ്ലാമിൽ നിന്ന് വ്യതിചലിച്ച് ഇസ്ലാമിനെതിരെ തിരിഞ്ഞപ്പോൾ യുവാക്കളായ ഒരു പറ്റം ആളുകൾ അതിനെതിരെ പ്രതിഷേധിച്ചായിരുന്നു അസ്ഹാബുൽ കഹ്ഫിൻ്റെ വലിയ ചരിത്രം സാധ്യമായത്. പറഞ്ഞു വന്നത്, യുവാക്കൾ നമ്മുടെ സാമൂഹിക നിർമ്മിതിയുടെ വലിയ ഘടകമാണ്. ആ സമയം പരിശുദ്ധ ഇസ്ലാമിന് വേണ്ടി ചെലവഴിക്കാൻ കഴിയണം. എന്നാൽ നമ്മുടെ ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്ന വേറൊരു കാഴ്ചയാണ്. യുവാക്കൾ ഒന്നടങ്കം പരിശുദ്ധ ഇസ്ലാമിനെ നിന്ന് വ്യതിചലിക്കുന്നു. അഥവാ മുസ്ലിം നാമധാരികളായ ആളുകൾ തന്നെ ഇസ്ലാമിനെ കുറ്റം പറയുകയും ഇസ്ലാമിൻ്റെ നിയമസംഹിതകളെ പുച്ഛവില കാണുകയും ചെയ്യുന്ന സാഹചര്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. യുവാക്കളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഫലം, ഇസ്ലാം പ്രതീക്ഷിക്കുന്ന ഒരു ഫലം ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. നജുദ്ദീൻ, എന്തുകൊണ്ടായിരിക്കാം യുവാക്കൾ ഇസ്ലാമിനെ എങ്ങനെ മുഖം തിരിയുന്നത്, അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ നിയമസംഹിതകളോട് ഇസ്ലാമിൽ നിന്ന് പെട്ടെന്ന് വ്യതിചലിച്ച് സ്വതന്ത്രവാദത്തിലേക്കൊക്കെ പോകാനുള്ള കാരണം? ഇന്നത്തെ തലമുറ അവരധികവും സ്വാതന്ത്ര്യത്തെ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടമായിട്ടാണ് മാറിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 6-ാം നൂറ്റാണ്ടിലെ ഇസ്ലാമിൻ്റെ സംഹിതകളെ അവർക്ക് ഇന്നത്തെ കാലത്ത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. നമ്മുടെ ഇസ്ലാം എന്ന് പറയുന്നത് മറ്റു മതങ്ങളെപ്പോലെ വെറും ആരാധനാലയങ്ങളിലോ അല്ലെങ്കിൽ പ്രാർത്ഥന കേന്ദ്രങ്ങളിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന ഒന്നല്ല. ഒരു മനുഷ്യൻ്റെ നടത്തത്തിലും അവൻ്റെ ഇരുത്തത്തിലും അവൻ്റെ ജീവിതം മുഴുവനും അവനക്ക് മതമാണ്. അങ്ങനെയുള്ള ഒരുത്തൻ മറ്റു മതങ്ങളിൽ അവരുടെ ആരാധനാലയങ്ങളിൽ മാത്രമുള്ള ആരാധന കാണുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും അവർക്ക് അതുപോലെ എന്തുകൊണ്ട് നമുക്ക് ആയിക്കൂടാ എന്നൊരു സ്വതന്ത്ര ചിന്ത അവൻ്റെ മനസ്സിൽ ഉടലെടുക്കുന്നുണ്ട്. കൂടാതെ തന്നെ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നുള്ള അവരുടെ ശൈലികളും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം മറ്റു രാജ്യങ്ങളിലോട്ട്. അതുമായിട്ട് അവർക്കും ബന്ധപ്പെടുന്നത് കൊണ്ട് തന്നെ അവർക്കും ഈ സ്വതന്ത്ര ചിന്ത അവർക്കുള്ളിൽ വീണ്ടും വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനോട് ചേർത്തി പറയാനുള്ള ഒരു കാര്യം എന്തെന്നാൽ, പരിശുദ്ധ ഇസ്ലാമിൻ്റെ നിയന്ത്രണങ്ങൾ സഹിക്കാൻ യുവാക്കൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ലിബറൽ വാദങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇസ്ലാം ഒരു മനുഷ്യനെ മതപരമായി മാത്രമല്ല ധാർമ്മികവൽക്കരിക്കുക കൂടി ചെയ്യുന്നുണ്ട്. പരിശുദ്ധ ഇസ്ലാമിൻ്റെ നിയമസംഹിതകൾ നിങ്ങൾ മദ്യപിക്കരുത് എന്ന് പറയുന്നതിലൂടെ സമൂഹത്തിലേക്ക് വലിയ സന്ദേശമാണ് നൽകുന്നത്. മാത്രമല്ല ലിബറൽസ് വാദങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന അനിയന്ത്രിത പ്രണയങ്ങളൊക്കെ യഥാർത്ഥ അടിസ്ഥാനരഹിതമായ നമ്മുടെ സാംസ്കാരിക പ്രണയത്തിൽ നിന്നെല്ലാം വ്യത്യസ്തമായി
ഒരു പുതിയ പ്രണയം ലിബറലിസം മുന്നോട്ട് വെക്കുമ്പോൾ അതൊന്നും ചെയ്യരുത് എന്ന് ഇസ്ലാം നിയന്ത്രിക്കുമ്പോൾ അങ്ങനെ തുടങ്ങി സമൂഹത്തിൽ നടക്കുന്ന എല്ലാ അനാചാരങ്ങൾക്കെതിരെയും പരിശുദ്ധ ഇസ്ലാമിൽ നിയമസംഹിതകളുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്യണ്ട എന്നുള്ള ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും ഇസ്ലാം ഇടപെടുന്നു. ആ ഒരു നിയന്ത്രണം യുവാക്കൾക്ക് ഇഷ്ടപ്പെടാതെ വരികയും അവർ അതിനെതിരെ തിരിഞ്ഞ് പിന്നീട് അത് ഇസ്ലാമിക് ഫോബിയായും പരിശുദ്ധ ഇസ്ലാമിനെ എതിർക്കുന്ന രൂപത്തിലേക്ക് മാറുന്നു എന്നുള്ളതാണ്. അതിന് ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് സോഷ്യൽ മീഡിയകളാണെന്ന് തോന്നുന്നു. ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ നിരന്തരം സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്നു. സോഷ്യൽ മീഡിയയിലെ വീഡിയോകളും അതിൽ നടക്കുന്ന ചർച്ചകളുമൊക്കെ ഇസ്ലാമിനെ 6-ാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടാത്ത ഒരു പഴഞ്ചൻ മോഡലായി മുദ്ര കുത്തപ്പെടുന്നു എന്നുള്ളതാണ്. എന്നാൽ സോഷ്യൽ മീഡിയയിൽ പല ഉപയോഗങ്ങളും പരിശുദ്ധ ഇസ്ലാമിൻ്റെ പ്രചരണം പുതിയ കാലത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു യുവാക്കളിലേക്കുള്ള ഇസ്ലാം ആത്മീയ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സോഷ്യൽ മീഡിയ ഉപകാരമാണ് ഉപദ്രവമാണ് ചെയ്യുന്നത്? അജീബ് ഷാ, എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഈ ആധുനിക ലോകത്ത് മനുഷ്യരുടെ ആശയവിനിമയങ്ങളെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും അതുപോലെ അത് പ്രചാരണം നടത്തുന്നതും ചെയ്യുന്നതൊക്കെ സോഷ്യൽ മീഡിയയാണ്. അപ്പോൾ ഇതിലൂടെ ഇസ്ലാമിനെ പല രീതികളിൽ പ്രചരണം നടത്തുന്നുണ്ട്. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നതും അതുപോലെ തന്നെ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതും ഈ ഒരു സോഷ്യൽ മീഡിയ വഴിയിലൂടെയാണ്. അതിലൂടെ വരുന്ന വീഡിയോസ് അതുപോലെ തന്നെ ഫോട്ടോസ് ഇത് മുഖേന ഇത് ആളുകൾ കണ്ടുകൊണ്ട് ഇത് ഇസ്ലാമിനെ എത്രത്തോളം അതിൽ കാഴ്ച വെക്കുന്നു അതുമൂലം ആളുകൾ ഇതിലേക്ക് കടന്നു വരുന്നുണ്ട്. ഇപ്പോൾ പണ്ട് പറഞ്ഞ പോലെ 6-ാം നൂറ്റാണ്ടത്തെ കാലത്തെ നിയമമാണ് ഇപ്പോഴും എന്നുള്ളൊരു ആശയത്തിലൂടെയാണ് ഇപ്പോൾ ജനങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു പുതിയൊരു പോസ്റ്റ് ഇടുക അല്ലെങ്കിൽ പുതിയൊരു വീഡിയോ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇടുമ്പോൾ അത് ഇസ്ലാമിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ അല്ലെങ്കിൽ പോസ്റ്റ് ആണെങ്കിൽ അതിലൂടെ ആളുകൾ ഇത് കണ്ടുകൊണ്ട് ഇസ്ലാമിനെ എത്രത്തോളം മനസ്സിലാക്കിയിട്ട് അവർ ഇതിലേക്ക് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നുണ്ട്. അതുമല്ല പിന്നെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുകയാണെങ്കിൽ ഇസ്ലാമിനെതിരെ സോഷ്യൽ മീഡിയയിലൂടെ ഇസ്ലാമിൻ്റെ തെറ്റായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത് അവർ സോഷ്യൽ മീഡിയയിൽ ഇട്ടുകൊണ്ട് ജനങ്ങൾ കാണുകയും അതുമൂലം ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാനും അതല്ലെങ്കിൽ നല്ലൊരു കാര്യം സോഷ്യൽ മീഡിയയിലൂടെ ചൂണ്ടിക്കാണിച്ചാൽ അത് ജനങ്ങളിൽ എത്തിച്ചിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വരാനും കൂടുതൽ സാധ്യത സോഷ്യൽ മീഡിയയിലൂടെ നൽകുന്നുണ്ട്. തീർച്ചയായും. ഇപ്പോൾ ഈ അടുത്തൊരു ഇൻസ്റ്റാഗ്രാം റീൽ കാണുകയുണ്ടായി. ഒരു സാധാരണക്കാരന വ്യക്തിയാണ്. അദ്ദേഹം ഖുർആൻ മുന്നിൽ വെച്ചുകൊണ്ട് ദൈവമുണ്ടെന്ന് തെളിയിക്കുന്ന വെറും 2 മിനിറ്റുള്ളൊരു വീഡിയോ. ആ വീഡിയോ കണ്ടത് 20 ലക്ഷം ആളുകളാണ്. 20 ലക്ഷം ആളുകൾ അതിന് അഭിപ്രായം പറയുന്നത് പല ആളുകൾക്കും ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആൻ 1400 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യൻ്റെ ജീവനെക്കുറിച്ച് സംസാരിക്കുമെന്നുള്ള വളരെ ചെറിയ ഒരു കണ്ടൻറ്റ് ഒരുപാട് ആളുകൾ ലൈക്ക് ചെയ്യുന്നു, കാണുന്നു എന്നുള്ളതാണ്. അപ്പോൾ സോഷ്യൽ മീഡിയ യുവാക്കളിലേക്ക് സ്വാധീനിക്കുന്ന പോലെ തന്നെ പരിശുദ്ധ ഇസ്ലാമിനെ പ്രചരിപ്പിക്കാൻ സോഷ്യൽ മീഡിയ വലിയൊരു പ്ലാറ്റ്ഫോം കൂടിയാണ്. ഇനി എന്നിരുന്നാലും യുവാക്കൾ ഇങ്ങനെ വഴിതെറ്റിപ്പോകുന്ന സമയം നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരെ നമുക്ക് ധാർമ്മികവൽക്കരിക്കേണ്ടതുണ്ട്. അവരെ എന്താണ് പ്രശ്നം എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അവരിടപെടുന്ന പല സംഘടനകൾ പല രീതിയിലാണ് അവർ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അവരുടെ ചെറുപ്പകാലത്ത് കിട്ടുന്ന ഇപ്പോൾ മദ്രസ വിദ്യാഭ്യാസം പോലുള്ളത്, എനിക്ക് തോന്നുന്നത് SSF, SYS പോലുള്ള സംഘടനയ്ക്ക് യുവാക്കളെ ആത്മീയവൽക്കരിക്കാൻ വലിയ സ്വാധീനമുണ്ടെന്ന് തോന്നുന്നു. മൊയിനുദ്ദീൻ, ഈ യുവാക്കളുടെ ആത്മീയ ജീവിതത്തിൽ SYS-നും SSF പോലുള്ള സംഘടനയ്ക്ക് എത്രമാത്രം സ്വാധീനമുണ്ട്? തീർത്തും ഈ ഒരു കാലഘട്ടത്ത് SSF എന്നുള്ളത് വിദ്യാർത്ഥികളെ ആകമാനം അവരുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്നുണ്ട്. ഇസ്ലാമുമായി അവയെ കണക്റ്റ് ചെയ്യാൻ SSF വളരെ വലിയ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. നമുക്കറിയാം, വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് വളരെ വിഭിന്നമായി കാലത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ SSF വഹിക്കുന്ന പങ്ക് തന്നെ നാം പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കും. ലഹരിക്കെതിരെ ഈ ഒരു കാലഘട്ടത്ത് കൈ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിനെതിരെ പൊരുതാൻ SSFൻ്റെ സംഘടനകൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, നമ്മുടെ സാമൂഹികപരമായിട്ടുള്ള പല കാര്യങ്ങളിലും ഇന്ന് SSF വളരെ വലിയ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. മറ്റ് വിദ്യാർത്ഥി രാഷ്ട്രീയങ്ങളെ നാം എടുത്തു നോക്കുമ്പോൾ അവയെല്ലാം അവരുടെ യുവത്വങ്ങൾ കഴിയുന്തോറും അതിൽ നിന്നും മാറിപ്പോകും. എന്നാൽ SSF അങ്ങനെയല്ല. SSFയിലൂടെ കടന്നുപോയൊരു വ്യക്തി പിന്നീട് SYS-ലേക്ക് എത്തിപ്പെടുന്നു. അങ്ങനെ അവരുടെ ജീവിതം ഇസ്ലാമുമായിട്ട് നിരന്തരം കണക്റ്റായിക്കൊണ്ടിരിക്കും. ഇങ്ങനെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ
ഇസ്ലാമിക ചട്ടക്കൂടങ്ങളോടുകൂടി പൊതുവിഷയത്തിലും നമുക്ക് ഇടപെടാനുള്ള ഒരു കരുത്തുറ്റ മാതൃകയാണ് SSF ഇന്ന് നമുക്ക് മുമ്പിൽ തുറന്നു കാട്ടുന്നത്. തീർച്ചയായും അതിൽ കൂടുതൽ പറയാനുള്ളൊരു കാര്യം നമ്മുടെ നാടുകളിൽ തന്നെ അതിനനുഭവിക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഇപ്പോൾ പല വീടുകളിലും ഒരു പണ്ഡിതൻ, ഇസ്ലാമിക പണ്ഡിതൻ പോലും ഇല്ലാത്തൊരു വീട്ടിൽ നിരന്തരം മൗലൂദ് സദസ്സുകൾ നടക്കുന്നു. ആ വീട്ടിൽ ഒരാൾ മരിച്ചപ്പോൾ ആ നാട്ടിലുള്ള ഏറ്റവും ആളുകൾ ആ മരണ വീട്ടിൽ കൂടുന്നു. അപ്പോൾ ആ വീടിൻ്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചപ്പോൾ അവിടെ SYSൻ്റെയും SSFൻ്റെയും പ്രവർത്തകരുണ്ട് എന്നാണ് കേൾക്കാൻ കഴിഞ്ഞത്. അത്തരത്തിൽ സംഘടനയ്ക്ക് വലിയ സ്വാധീനമുണ്ട്. മറ്റു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് പല മുസ്ലിം ലേബലുള്ള രാഷ്ട്രീയ പാർട്ടികളും അവർ ഞങ്ങളുടെ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ മദീന പള്ളിയിൽ ഇത്തിക്കാഫിരിക്കുന്നതിനേക്കാൾ കൂലിയാണെന്നൊരു സമൂഹത്തെ പറഞ്ഞ് പറ്റിച്ച് അവരുടെ ഒരു ആത്മീയതയെ ചൂഷണം ചെയ്തുകൊണ്ട് ആ ഒരു പാർട്ടിക്ക് വേണ്ടി വോട്ട് ചെയ്യിപ്പിക്കുന്ന രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് കാലം. അതേ മുസ്ലിം ലേബറുള്ള രാഷ്ട്രീയ പാർട്ടി മുന്നോട്ട് വെക്കുന്ന ആഘോഷങ്ങളും തെരഞ്ഞെടുപ്പിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ നമ്മൾ കണ്ടതാണ്. മുസ്ലിം ലേബലുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ആഘോഷങ്ങൾ ഇസ്ലാമികമാണോ അല്ലേ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. തൊപ്പി ധരിച്ച മുസ്ലിം വേഷം ധരിച്ച യുവാക്കൾ വോട്ട് ചോദിക്കാൻ വരികയും അതേ യുവാക്കൾ തന്നെ ഇത്തരം അനാശാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പച്ചക്കൊടി വീശുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. ഇതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം നമ്മുടെ ചെറുപ്പത്തിൽ ചെറിയ കാലത്ത് തന്നെ ഒരു ഇസ്ലാമിക ധാർമ്മികമായ വിദ്യാഭ്യാസം ലഭിക്കുക എന്നുള്ളതാണ്. അതിന് ഏറ്റവും വലിയ സ്വാധീനം മദ്രസ വിദ്യാഭ്യാസമാണ്. മദ്രസ വിദ്യാഭ്യാസമൊക്കെ ഇപ്പോൾ ഒരു പഴഞ്ചൻ മോഡലായി, അല്ലെങ്കിൽ അതൊരു ആവശ്യമില്ലാത്ത രൂപത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന് കൂടി ഇതിലൂടെ ചേർത്തി പറയാമെന്ന് തോന്നുന്നു. തീർത്തും മദ്രസ എന്നുള്ളത് വളരെ ആത്മീയമായൊരു പോഷണം വിദ്യാർത്ഥികൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, മദ്രസയിൽ കേവലം 1-ാം തരം എത്തിയ ഒരു വിദ്യാർത്ഥിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് നിൻ്റെ മാതാപിതാക്കളോട് നീ എന്ന് പോലും പറയണ്ട എന്ന് വളരെ മൂല്യമേറിയ ആശയമാണ് പഠിപ്പിക്കുന്നത്. ഇങ്ങനെയൊരു കാലഘട്ടത്ത് വിദ്യാർത്ഥികൾ മദ്രസ എത്രമാത്രം സ്വാധീനിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും ഉദാത്തമായൊരു മാതൃക നമുക്ക് കഴിഞ്ഞ കാലയളവിൽ കുറച്ച് മാധ്യമങ്ങൾ എന്തുകൊണ്ട് കേരളക്കരയിൽ ഈ ഒരു കാലഘട്ടത്ത് വൃദ്ധസദനങ്ങളിൽ മുസ്ലിങ്ങൾ കുറവാണ്, അപ്പോൾ അതിനെക്കുറിച്ച് അവർ പഠനം നടത്തി അവസാനം എത്തിപ്പെട്ടത് നമ്മുടെ മദ്രസകളിലേക്കാണ്. അവർ തന്നെ ഇതിനുള്ള മറുപടി പറയുന്നത് വിദ്യാർത്ഥികൾക്ക് മദ്രസയിൽ നിന്ന് പഠിപ്പിക്കുന്ന അറിവുകൾ, അവിടെ എങ്ങനെ സമൂഹത്തോട് പെരുമാറണം, തൻ്റെ മാതാവിനോട് പിതാവിനോട് അതല്ലെങ്കിൽ സമൂഹത്തോട് എങ്ങനെ പെരുമാറണമെന്ന് മദ്രസയിൽ കേവലം 1-ാം തരം എത്തുമ്പോൾ തന്നെ പഠിപ്പിക്കുന്നു. എന്നാൽ ഇന്നത്തെ ആശങ്ക കേവലം 8-ാം തരം അതല്ലെങ്കിൽ 9-ാം തരം എത്തുമ്പോൾ തന്നെ മദ്രസയിൽ നിന്നും വിദ്യാർത്ഥികൾ വ്യതിചലിക്കുന്നു എന്നതാണ്. തീർത്തും വിദ്യാർത്ഥികൾ കേവലം ഒരു മദ്രസകൾ 9-ാം തരത്തോടെ അവസാനിക്കുന്നില്ല. അതൊരു തീർത്തും മൂഢ്യമായൊരു ചിന്താഗതി മാത്രമാണ്. മദ്രസ സംവിധാനം +1 +2 ഇന്ന് ഇങ്ങനെ തുടങ്ങി നീണ്ടു നിൽക്കുന്നു. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് നാം മദ്രസയെ എടുത്തു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഇന്ന് മദ്രസകൾ ആത്മീയമായൊരു ചട്ടക്കൂടങ്ങളിൽ ഒതുങ്ങി നിൽക്കുമ്പോൾ തന്നെ ഇന്നത്തെ കാലത്തിനോടൊപ്പം സഞ്ചരിച്ച് കാലത്തിൻ്റെ സാമൂഹിക പ്രവർത്തനങ്ങളെ അടക്കം മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിൽ ഒരു പാഠ്യപദ്ധതികൾ പരിഷ്കരിച്ച് വിദ്യാർത്ഥികളെ മാറ്റിയെടുക്കുന്നുണ്ട്. തീർച്ചയായും മദ്രസകൾക്ക് വലിയ സ്വാധീനമുണ്ട്. മദ്രസയിൽ നിന്ന് ലഭിക്കുന്ന അടിസ്ഥാന ധാർമ്മിക മൂല്യങ്ങൾ, മതത്തിൻ്റെ നിയമങ്ങളാണ് പിന്നീട് യുവാക്കൾ ജീവിതത്തിലൂടെ പ്രകടമാക്കുന്നത്. പറഞ്ഞു വന്നത്, യുവാക്കൾ ഏതൊരു സമൂഹത്തിൻ്റെയും അടിസ്ഥാന ഘടകമാണ്. അവരെ നിരന്തരം ധാർമ്മികവൽക്കരിക്കലോടുകൂടി നമുക്കൊരു പുതിയ സമൂഹത്തെ, പുതിയൊരു ഭാവിയെ സ്വപ്നം കാണാൻ കഴിയുകയുള്ളൂ. നമ്മൾ തിന്മയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു സമൂഹമായി യുവാക്കളെ കാണണമെന്നുണ്ടെങ്കിൽ അവരുടെ പരിശുദ്ധ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ നിരന്തരം അവർക്ക് പഠിപ്പിച്ചുകൊണ്ടിരിക്കണം. ഇസ്ലാമിൻ്റെ നിയമങ്ങളെന്ന് പറയുമ്പോൾ തന്നെ അത് ആത്മീയം ദീനിൻ്റെ നിയമങ്ങളോടൊപ്പം തന്നെ അത് ധാർമ്മിക മൂല്യങ്ങൾ കൂടിയാണ് കൈമാറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവസാനം നമ്മൾ മരിച്ചു ചെല്ലുമ്പോൾ നമ്മളോട് ചോദ്യം ചോദിക്കും അത്രേ, നിങ്ങളുടെ ശിഷ്ടകാലമുള്ള ആയുസ് നിങ്ങൾ എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്നുള്ള ചോദ്യം. അതിൽ പ്രത്യേകം യുവത്വത്തെക്കുറിച്ച് ചോദിക്കും എന്ന് പറയുന്നുണ്ട് പണ്ഡിതന്മാർ. ആ ഒരു സമയത്ത് നമ്മുടെ യുവത്വം എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്നുള്ളതിന് കൃത്യമായി മറുപടി നമ്മൾ പറയേണ്ടി വരും. ഒരു വിഭാഗം യുവാക്കൾ SSFിലൂടെയും SYSലൂടെയും ദീനിനു വേണ്ടി ധാർമ്മിക പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ മറ്റൊരു സമൂഹം, മുസ്ലിം നാമധാരികളായ സമൂഹം, മുസ്ലിം പശ്ചാത്തലത്തിൽ നിന്ന് വളർന്നു വന്ന സമൂഹം അതേ ഇസ്ലാമിനെ വളരെ മോശമായി ചിത്രീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കുകളെയാണ് നമ്മൾ ഓർക്കേണ്ടത്. അവസാന കാലഘട്ടം വരുമ്പോൾ, ദീനിൻ്റെ ഏറ്റവും മോശം കാലഘട്ടം വരുമ്പോൾ
എൻ്റെ ദീനിൻ്റെ നിയമസംഹിതകളെ, ധാർമ്മിക പാഠങ്ങളെ അണപ്പല്ലുകൊണ്ട് കൂട്ടിപ്പിടിക്കുന്നവരാണ് അന്തിമ വിജയം സാധ്യമാവുകയുള്ളൂ എന്ന ആ മുത്തുനബിയുടെ വാക്കുകൾ നമ്മളെ എല്ലാ കാലത്തും ഓർക്കണം. പ്രത്യേകിച്ചും യുവാക്കൾ, നല്ല ഒരു യുവ സമൂഹം സ്വപ്നം കണ്ടുകൊണ്ട് ഈ ചർച്ചയുടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.